ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्री गुरुभ्यो नमः। हरिः ॐ। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदायकर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। ശ്രീഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യകോപനിഷത്ത്. ശുക്ലയജുർവേദീയ ശാന്തിപാഠം അല്ലെ മംഗളാചരണം നമ്മൾ കണ്ടു. ഓം പൂർണ്ണമദഃ എന്നുള്ള. അപ്പം യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ശുക്ലയജുർവേദീയ ആചാര്യനായ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മംഗളാചരണം നമ്മൾ കണ്ടു. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പരമപ്രാധാന്യമാണ് ഏതൊരു ശുഭകാര്യം ആരംഭിക്കുമ്പോഴും മംഗളവാചി ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നത്. അത് കർമ്മം ചെയ്യുന്നതായിക്കോട്ടെ, ശുഭകാര്യമായിക്കോട്ടെ, മാനസിക ശുഭകാര്യമായിക്കോട്ടെ, കായിക ശുഭകാര്യമായിക്കോട്ടെ, വാചിക ശുഭകാര്യമായിക്കോട്ടെ, ഉപാസനയായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ. അല്ലേ, ധ്യാനം ആരംഭിക്കുമ്പോഴും നമ്മൾ ഓങ്കാരം 3 തവണ ജപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് മംഗളവാചി ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അത് പിന്തുടരുന്നു. പൂർണ്ണമദഃ എന്നുള്ള ശാന്തിപാഠം അതിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. അത്രയും നമ്മൾ ഒരു ദിവസം പൂർണ്ണമത ചൊല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസവും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും മിനിമം എടുത്താൽ, അല്ലേ വേണ്ട ഒരു 5 വർഷമെങ്കിലും എടുത്താൽ നമ്മൾ നിത്യവും ചൊല്ലുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാം. ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണ സ്വരൂപനായ പരമാത്മാവിനെ അറിയുവാനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയാണ് ഈ ബൃഹദാരണ്യകം എന്ന ഉപനിഷത്ത് പഠനത്തിലൂടെ. ആ ശ്രമത്തിൽ എനിക്ക് മംഗളമരുളണേ. ആദിദൈവിക ആദിഭൗതിക ആധ്യാത്മിക താപങ്ങളെ എന്നിൽ നിന്നും ദൂരെ അകറ്റി അനുഗ്രഹിക്കണേ. എനിക്ക് വേറെ സകാമമായിട്ടൊന്നും വേണ്ട അല്ലേ, എനിക്ക് ഭൗതികമായിട്ടൊന്നും വേണ്ട. എനിക്ക് ആധ്യാത്മിക വളർച്ചയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ആ ഓഷധികൾ തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തിയത്. പൂർണ്ണമദഃ. പിന്നെ നമ്മൾ ഉപനിഷത്ത് കണ്ടു.
അതിൻ്റെ ശബ്ദം കണ്ടു അല്ല, ശുക്ലയജുർവേദം കണ്ടു, കാണ്വശാഖ ബൃഹത്ത് എന്നതിൻ്റെ അർത്ഥം കണ്ടു, ആരണ്യകം എന്നതിൻ്റെ അർത്ഥം കണ്ടു, ഉപനിഷത്ത് എന്നതിൻ്റെ അർത്ഥം കണ്ടു. ഇന്നലെ ഭാഷ്യം നോക്കിയപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത്. ആരണ്യകം എന്ന വാക്കിന് ഞാൻ രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് അരണ്യേ അനൂച്യമാനത്വം, രണ്ടാമത്തത് വേദ ആരണ്യഭാഗ പരാമർശാത് ഇതി ആരണ്യം. ഒന്നും കൂടെ ഉണ്ട്, വേണ്ടവർ മാത്രം എഴുതിയാൽ മതി. കാരണം ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യം കമൻട്രി എന്ന് പറഞ്ഞാൽ വളരെ വിസ്താരമാണ്. അപ്പോൾ അത് ഓരോന്നിങ്ങനെ വീണ്ടും വീണ്ടും നോക്കുമ്പോഴാണ് ഓരോന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ അതും ഒരു വിഷമം. കമൻട്രി തന്നെ സംബന്ധ ഭാഷ്യം എന്ന് പറയും, അതായത് ഇൻട്രൊഡക്ഷൻ, അത് തന്നെ ഒരു 12 പേജുണ്ട്. അപ്പോൾ അത് പഠിക്കണേ തന്നെ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഞാൻ അതിൽ നിന്നും വളരെ പോയിൻ്റായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ കണ്ടതാണ് അരണ്യം എന്ന വാക്കിന് ഒരു ഡെഫിനിഷനും കൂടെ, അല്ല ആരണ്യകം എന്ന വാക്കിന് ഒരു ഡെഫിനിഷനും കൂടെ. അരണ്യേ അധ്യയനാത്, വേണ്ടവർ മാത്രം എഴുതിയാൽ മതിയേ. അരണ്യേ അധ്യയനാത്, അരണ്യേന്ന് എഴുതാൻ അറിയാലോ അല്ലേ? എഴുതിയിട്ട് ഇപ്പറേ ഒരു ചിഹ്നം, പിന്നെ താഴേക്കുള്ള വള്ളി. അരണ്യേ അധ്യയനാത് ഏതത് ആരണ്യകം ഉദീര്യതേ, ഏതത് ആരണ്യകം ഉദീര്യതേ, ഏതത് ആരണ്യകം ഉദീര്യതേ. അരണ്യേ അധ്യയനാത് ഏതത് ആരണ്യകം ഉദീര്യതേ. അർത്ഥം ഇത് തന്നെയാണ്, നമ്മൾ കണ്ട അർത്ഥം തന്നെ, ഇത്രയേ ഉള്ളൂ. അരണ്യേ അധ്യയനം എന്ന് വെച്ചാൽ അരണ്യത്തിലിരുന്ന് അധ്യയനം ചെയ്യുന്നതിനാൽ, ഏതത് അതിനാൽ, ആ കാരണത്തിനാൽ, അരണ്യത്തിലിരുന്ന് അധ്യയനം ചെയ്യുന്നു എന്ന കാരണത്തിനാൽ, അതാണ് അരണ്യേ അധ്യയനാത് ഏതത് എന്ന് വെച്ചാൽ. ഇത് വെറുതെ എഴുതിക്കോളൂ, ഇത് എഴുതുന്നത് പോലും മഹാപുണ്യമാണ്. അതുകൊണ്ട് എഴുതാൻ ആരും മടിക്കണ്ട. നമ്മൾക്ക് തിരിച്ചു കൊടുക്കുന്ന വേറൊരു ദക്ഷിണയില്ല. യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ദക്ഷിണയും വേണ്ട. എന്താണ് വേണ്ടത്? ഇത്രയെങ്കിലും നമ്മൾ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം നമ്മൾ ഒന്ന് എഴുതി രേഖപ്പെടുത്തുക. അരണ്യേ അധ്യയനാത് ഏതെന്ന് വെച്ചാൽ അരണ്യത്തിലിരുന്ന് പഠിക്കുന്നതിനാൽ, അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന കാരണത്തിനാൽ, ആരണ്യകം ഉദീര്യതേ, ആരണ്യകമെന്നു ഉദീര്യതയെന്ന് വെച്ചാൽ പറയപ്പെടുന്നു. ദിസ് ഈസ് കോൾഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ഉദീര്യതയെന്ന് വെച്ചാൽ പറയപ്പെടുന്നു, ആരണ്യകം എന്ന് പറയപ്പെടുന്നു. ഒന്നുകൂടെ പറയാം. അരണ്യേ അധ്യയനാത് ഏതത് ആരണ്യകം ഉദീര്യതേ, അരണ്യത്തിലിരുന്നു പഠിക്കുന്നു എന്ന കാരണത്തിനാൽ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ആരണ്യകം എന്ന വാക്കിന് ആരണ്യമെന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മൾ അരണ്യത്തിലിരുന്ന് പഠിക്കണം അല്ലേ, മാനസികമായി അരണ്യത്തിലിരുന്ന് പഠിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എവിടെ ഇരുന്ന് പഠിച്ചോട്ടെ, ഞാൻ ഇരിക്കുന്ന എൻ്റെ വാസസ്ഥലം മാനസികമായി ആരണ്യകമാണ്. ആശ്രമത്തിലേക്ക് ചേരാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ പൂർവാശ്രമത്തിലെ മാതാപിതാക്കൾ പറഞ്ഞ, അച്ഛനും അമ്മയും പറഞ്ഞതാണ്, ആശ്രമത്തിലൊന്നും പോകണ്ട, ഞങ്ങൾ മുറി ആരണ്യോ പെയിൻ്റൊക്കെ ചെയ്ത് തരാം, നല്ല വള്ളികളും. അപ്പോൾ അവരുടെ മനസ്സിൽ അന്നേ ഉണ്ട് ആശ്രമത്തിൽ ചേരുക അല്ലെ സന്യാസിയാന്ന് പറഞ്ഞാൽ
വീട് വിട്ട് കാട്ടിപ്പോവാണ്. അത് അന്നേ ഉണ്ട് ആ ചിന്ത. ഞാൻ പറയുക നമ്മുടെയൊക്കെ കാണും. അപ്പോൾ അവർ പറഞ്ഞ് വീട് ഒരു മുറി ആശ്രമമാക്കി തരാം, വീട് വിട്ട് പുറത്ത് പോകണ്ട. അപ്പോൾ എന്താ അവിടെ ആശ്രമത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈ ചിത്രങ്ങൾ വരച്ച് തരാം. ഈ കാടിൻ്റെ ഇലകളുടെ. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ, ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. കാരണം നമുക്കത് സാധിക്കും അല്ലേ. നമ്മൾ എവിടെ ഇരുന്നാലും ചിത്രം വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്, എവിടെ ഇരുന്നാലും ഇത് എൻ്റെ സ്വന്തമല്ല എന്നുള്ള ആ വിരക്തി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ 2 വിധം വൈരാഗ്യങ്ങൾ പഠിച്ചത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ പറയുക. അല്ലേ, നമ്മൾ ഇവിടെ വിരക്തി, അരണ്യം എന്ന വാക്കിന് വിരക്തി എന്ന് പറഞ്ഞു. എത്ര തരമുണ്ട് വിരക്തി? അതും ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരുമല്ലോ, ഓർമ്മപ്പെടുത്താം. 2 തരം വിരക്തിയുണ്ട്. അതേതൊക്കെയാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയണ്ട, ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ശ്മശാന വൈരാഗ്യം ഓർക്കുന്നില്ല. ശരി, പിന്നെ പറയാം. നിങ്ങൾ മനനം ചെയ്യുക. നമുക്ക് ഇനി തുടരാം. പ്രസൂതി വൈരാഗ്യം പോരട്ടെ. പ്രസൂതി വൈരാഗ്യം എന്താണ്? അച്ഛൻ പറയൂ, എന്താണ് പ്രസൂതി വൈരാഗ്യം? ഈ വേദന സഹിക്കണ്ട എന്നുള്ള വൈരാഗ്യം. അത് ആർക്കാ ഉണ്ടാവുക? അമ്മമാർക്ക്. അപ്പൊ അമ്മമാർക്ക് മാത്രം മതിയോ വൈരാഗ്യം? പറയൂ. അതൊരു കാര്യം. അപ്പൊ പ്രസവിക്കാത്തവർക്ക് വൈരാഗ്യം വേണ്ട? സന്തോഷം, അത് ഓർമ്മ വരുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് അല്ലേ. പ്രസൂതി വൈരാഗ്യം തന്നെയാണ് ശ്മശാന വൈരാഗ്യം കേട്ടോ. അതായത് ആരുടെയെങ്കിലും മരണം കാണുമ്പോൾ ഞാനും ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് ശ്മശാന വൈരാഗ്യം എല്ലാവർക്കും ഉണ്ടാകാം. പ്രസൂതി വൈരാഗ്യം എന്താണ്? പ്രസവ സമയത്തുണ്ടാകുന്ന ദുഃഖം താങ്ങാനാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അല്പകാലത്തേക്കിനുള്ള വിരക്തി അല്ലേ. അത് കഴിഞ്ഞ് ആ വേദന കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെ കുട്ടിക്ക് 1 വയസ്സായി കഴിയുമ്പോൾ അതൊക്കെ മറക്കും അല്ലേ, ആ വേദന മറക്കും. ലോകം അങ്ങനെയാണ്. അതാണ് താൽക്കാലിക വൈരാഗ്യം. വേറൊരെണ്ണം നമ്മൾ പഠിച്ചിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സമയം പോകുന്നു, നമുക്ക് മുന്നോട്ട് പോകണ്ടേ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വേറൊരു വൈരാഗ്യം നമ്മൾ പഠിച്ചിരുന്നു. ആരും ഓർക്കുന്നില്ല. ഇപ്പം തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആരും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ തെറ്റാ പറഞ്ഞെന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചത് എവിടെയാ പഠിച്ചതെന്നും പറയാം. നമ്മൾ പഠിച്ചത് മുണ്ടകോപനിഷത്തിൽ. ഇല്ല, സാരമില്ല. നമ്മൾ പഠിച്ചത് മുണ്ടകോപനിഷത്തിൽ. പറയാ എവിടെയാണെന്ന് എഴുതിക്കോളൂ. എന്താണ്? തലയിൽ തീ വെച്ചത് എവിടെയാ പഠിച്ചത്? തലയിൽ തീ വെച്ചത് കൈവല്യ ഉപനിഷത്തിലല്ലേ പഠിച്ചത്? അല്ലല്ല, ശിരോവൃതം പഠിച്ചത് കൈവല്യ ഉപനിഷത്തിലാണ്. അല്ല, വൈരാഗ്യത്തിന്റെ പേര്. കൈവല്യ സുശീലാമ്മയ്ക്ക് അറിയാം. സുശീലാമ്മ ചൊല്ലിക്ക്, ആ മന്ത്രം ചൊല്ലിക്ക്. കൈവല്യ ഉപനിഷത്ത് ലാസ്റ്റ് മന്ത്രം. കുറവില്ല. ഓക്കെ, ഞാൻ പറയാം. മറ്റൊന്ന് പഠിച്ചത് ജാതവൈരാഗ്യം. ഓർമ്മയുണ്ടോ? ജാതവൈരാഗ്യം. അതായത് നമ്മൾ ഇതൊക്കെ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളോട് ചോദിക്കാനും കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളിത് ഞാൻ എപ്പോഴും പറയുന്നില്ല എഴുതുന്നു. ഈ എഴുതുന്ന സംസ്കാരത്തോടു കൂടി നമ്മൾ ശരീരം ഉപേക്ഷിച്ചാൽ ഇനിയൊരു ജന്മം കിട്ടുമ്പോൾ നമ്മൾ എന്താണ്
വിരക്തനായിട്ട് ജനിക്കും. അത് ജനിക്കുമ്പോഴേ ഇൻബോൺ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, അല്ല കേട്ടിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കഥകൾ അല്ലേ. 9 വയസ്സിൽ വിട്ട് പോകുന്നു, അല്ലെങ്കിൽ 6 വയസ്സിൽ പോകുന്നു ഇത്യാദികളൊക്കെ. ഭഗവാൻ ശങ്കരാചാര്യസ്വാമി തൻ്റെ ശിഷ്യനായ ഹസ്താമലകാചാര്യസ്വാമികളെ കാണുന്ന കഥ തന്നെ ഓർത്താൽ മതി അല്ലേ. 6 വയസ്സിലാണ് കുട്ടിയെ കാണുന്നത്. എന്താണ് ചോദിച്ചത്? നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അല്ലേ, കസ്തം കുശോകസ്യ കുതോസ്യ ഗന്ധ കിം നാമദേത്വം കുധാനതോസി ഏതന്മയോത്തം വചതാർഭവത്വം. അങ്ങനെ ചോദ്യം ചോദിച്ചു, നീ ആരാണെന്ന്, നീ എവിടെ നിന്ന് വരുന്നു. 6 വയസ്സുള്ള കുട്ടി എന്താണ് പറഞ്ഞത്? നാഹം മനുഷ്യോ ന തദേവയക്തോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഇതാണ് ജാതവൈരാഗ്യം അല്ലേ. ഓർക്കുന്നുണ്ടോ? അതായത് ഒന്നും അറിയില്ല, 6 വയസ്സുള്ള കുട്ടിക്ക് എന്താണ് സംസാരിക്കാൻ പോലും വ്യക്തമായി വരുന്നതല്ലേ. ആ സമയത്താണ് ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ശ്ലോകം താൻ ആരെന്ന് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. അപ്പം തന്നെ പോരാൻ പറഞ്ഞു, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. 6 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് പോവുകയാണ്. അതാണ് ജാതവൈരാഗ്യം അല്ലേ. ജനിക്കുമ്പോഴേ ആ കുട്ടിക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ശ്മശാന വൈരാഗ്യം, പിന്നെ എന്താണ് ആർജവ വൈരാഗ്യം അല്ലേ. 2 വൈരാഗ്യമുള്ളൂ, ഒന്ന് ജാതവൈരാഗ്യം, 2 ആർജവ വൈരാഗ്യം അല്ലേ. മുണ്ടകോപനിഷത്ത് ബുക്ക് എടുത്ത് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യത്തെ ഒരു 5 പേജിനുള്ളിൽ കാണാം ഇതൊക്കെ. ആർജവ വൈരാഗ്യം എന്നാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത്, കാലക്രമത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുക എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക അല്ലേ. നമ്മളതിനെ വളർത്തിയെടുക്കുക, അതാണ് ആർജവ വൈരാഗ്യം. അല്ലെ ആർജിത എന്നും പറയും കേട്ടോ, 2 ശരിയാണ്. ആർജിത വൈരാഗ്യം എന്നും പറയാം. ഓക്കെ, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. നമുക്ക് മടങ്ങി വരാം. നമ്മൾ മംഗളാചരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം അല്ലേ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മ ആദിഭ്യോ, അങ്ങനെ ചൊല്ലണേ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടതല്ലേ. എന്താണ്? അല്ലയോ ഓംകാര സ്വരൂപനായ പരമാത്മാ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അല്ല. അത് നിങ്ങളുടെ ബുക്കിലില്ലെങ്കിൽ ആ മംഗളാചരണം എഴുതി വെക്കണം കേട്ടോ, എന്നിട്ട് കണ്ടസ്ഥാക്കണം. ഓം നമോ ബ്രഹ്മാദിഭ്യോ നമഃ. ഓംകാര സ്വരൂപൻ എൻ്റെ നമസ്കാരം. നമഃ ബ്രഹ്മാദിഭ്യോ, സാക്ഷാൽ ചതുർമുഖ ബ്രഹ്മാവിനെൻ്റെ നമസ്കാരം അല്ലേ. പിന്നെ എന്താണ്? ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ, ഞാൻ പഠിക്കുന്ന ബ്രഹ്മവിദ്യയാകുന്നു. അതിലെ ആ സമ്പ്രദായത്തിലുള്ള ഏതൊക്കെ ആചാര്യന്മാരുണ്ടോ എൻ്റെ അറിവിലും അറിയാത്തതുമായിട്ടുള്ള അവരെയെല്ലാം ഒരു നിമിഷം ഞാൻ സ്മരിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അവരെയും ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു അല്ലേ. പിന്നെ എന്താണ്? വംശ ഋഷിഭ്യോ, എൻ്റെ വംശത്തിൽ, ഞാൻ ജനിച്ച കുലത്തിൽ, ഞാൻ ജനിച്ച എൻ്റെ ഈ ശരീരം ഉണ്ടായ കുലത്തിൽ, ഗോത്രത്തിൽ, എനിക്കറിയില്ല എൻ്റെ കുലം ഏതൊക്കെ പരമ്പരയായി വന്നതെന്നറിയില്ല. എൻ്റെ ഗോത്രം ഏതൊക്കെ കൈവഴികളിലൂടെ വന്നതെന്നൊന്നും അറിയില്ല അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കുലവും ഗോത്രമൊന്നും അറിയില്ല ആർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂ? അറിയില്ല. അതുകൊണ്ട് പക്ഷേ അവരുടെയൊക്കെ സംസ്കാരം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആധ്യാത്മിക സാധനയിലേക്ക് എനിക്ക് രുചി കിട്ടിയത്, അതിനെ ഞാൻ പോഷിപ്പിക്കുന്നതും. അപ്പോൾ സൂക്ഷ്മമായി എൻ്റെ ഉള്ളിൽ ഇതുണ്ട്.
ആ വംശത്തിലുണ്ടായിരുന്ന എൻ്റെ പൂർവികർക്കൊക്കെ എൻ്റെ നമസ്കാരം ഞാൻ അർപ്പിക്കുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ളതാണിത് കേട്ടോ. സാധാരണ മംഗളാചരണങ്ങളിൽ പൂർവിക സ്മരണ വളരെ കുറവാണ് അല്ലേ. നമ്മൾ മറ്റ് ഏതൊക്കെ മംഗളാചരണം എടുത്തോളൂ, ശാന്തി പാഠങ്ങൾ എടുത്തോളൂ അല്ലേ, ഓ ആപ്യായെന്ന് സാമവേദം ചൊല്ലുന്നു, അവിടെ പൂർവികരെ സ്മരിക്കാറേ ഇല്ല, ഗുരുവിനെയും ദേവതകളെയാണ്. ഓ ഭദ്രം കർണേഭി മംഗളാചരണം ചൊല്ലുന്നു, അവിടെ പൂർവികരെയും സ്മരിക്കാറേ ഇല്ല, ദേവതകളെയാണ്. എൻ്റെ കണ്ണിൻ്റെ ദേവത, കാതിൻ്റെ ദേവത, ഇവരെയൊക്കെ അനുഗ്രഹമാണ് ചോദിക്കും. അത് നല്ലത് തന്നെ, തെറ്റെന്നല്ല. പക്ഷെ ഇവിടെ മാത്രമാണ് ആദിശങ്കര ഭഗവത്പാദർ വളരെ വളരെ സ്പെസിഫിക്കായിട്ട് വംശത്തിൻ്റെ പേരെടുത്തു പറയുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ മംഗളാചരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. യുണീക്ക്നെസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത് എന്താണ്? ബൃഹദാരണ്യ ഉപനിഷത്ത് മംഗളാചരണമാണ് ഏറ്റവും യുണീക്കായിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? ഇവിടെയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പഠിച്ചതിൽ വംശസ്തുതിയുള്ളത്. വംശഋഷിഭ്യോ മഹദ്ഭ്യോ, മഹാത്മാക്കൾക്ക് എല്ലാവർക്കും, അത് ഏത് പരമ്പരയിലാണ്. ഇപ്പോൾ വിശിഷ്ട അദ്വൈതികളായിക്കോട്ടെ, അവർ കാളി ഉപാസകരാണ്, ദേവി ഉപാസകരാണ്, അവരായിക്കോട്ടെ, അവരും മഹാത്മാക്കൾ, അവരെയും ഞാൻ ചാർവാകരായിക്കോട്ടെ, അവരെയും ഞാൻ സ്മരിക്കുന്നു അല്ലെ. അവരുടെ അനുഗ്രഹം ഏതൊക്കെ മഹാത്മാക്കളുണ്ടോ, അത് കാഷായം ഇട്ടവരായിക്കോട്ടെ ഇല്ലാത്തവല്ലോ, ആർക്കും അറിയാതെ സാധാരണ ആളുകളെപ്പോലെ ജീവിച്ച ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ, അദ്ദേഹം വലിയൊരു ജീവൻ മുക്തനായിരുന്നു. സാധാരണ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, സാധാരണ ഒരു മനുഷ്യനെ പോലെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പോയ സമയത്ത് അതിന് മുമ്പാണ് ഫ്ലഡ് വന്നത്. ഈ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നിട്ട്, അപ്പോൾ അദ്ദേഹം പറയുകയാണ് താഴത്തെ നിലയിൽ താഴത്തെ നില പെട്ടെന്നാണ് വെള്ളം കയറിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, കുട്ടി എനിക്ക് ബുക്കൊന്നും തരാനില്ല, കാരണം ഫ്ലഡിൽ ഈ ബുക്കെല്ലാം പോയി, ഒന്നും തരാനില്ല. വലിയൊരാൾ പറയുകയാണ് നമ്മളോട്, ഒന്നും തരാനില്ല, അതാണ് അവരുടെ. അപ്പം അങ്ങനെയുള്ള, അതായത് സാധാരണ ഗൃഹസ്ഥനായി ജീവിച്ച ആളുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നമ്മളെപ്പോലെ കാഷായിട്ടില്ല, കമണ്ടലും ഇല്ല, ഒന്നുമില്ല, സാധാരണ പോലെ ജീവിച്ചു. പക്ഷെ അദ്ദേഹം മഹദ്ഭ്യോ, മഹാത്മാവാണ്. അങ്ങനെ നമ്മൾക്കറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയാൻ വയ്യാത്ത ഭാരതത്തിൽ എത്രയൊക്കെ മഹാത്മാക്കളുണ്ടോ അവരുടെയൊക്കെ അനുഗ്രഹം ഞാൻ വാങ്ങുന്നു. ഈ അനുഗ്രഹം വാങ്ങാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതിന് നമുക്ക് മനസ്സ് വേണം. ഒന്നാതെ അനുഗ്രഹം വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ അഹങ്കാരം നമ്മൾ അടിയറവ് വെച്ചാലേ അനുഗ്രഹം തരുമോ എന്ന് ചോദിക്കുകയുള്ളൂ അല്ലേ, അല്ലാത്തവർ അനുഗ്രഹം ചോദിക്കില്ല. അപ്പം നമ്മളുടെ അഹങ്കാരത്തിനെയാണ് ഇവിടെ അടിയറവ് വെക്കുന്നത്. നമോ ഗുരുഭ്യഃ, എൻ്റെ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും. ഈ ജന്മം എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായി, അതിനെ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ എനിക്ക് പൂർവ്വജന്മത്തിൽ ഗുരുനാഥനുണ്ട്, അതിൻ്റെ ജന്മങ്ങളിൽ ഗുരുനാഥനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ സംസ്കാരത്തോടുകൂടി ഇതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്. ഇപ്പം ഒരമ്മയ്ക്ക് തന്നെ 3 മക്കളുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ആധ്യാത്മിക വാസനയുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് വന്നു? പൂർവ്വജന്മത്തിൽ ഞാൻ അതുമായിട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാനെ എന്നെ ആധ്യാത്മിക വാസന ഇപ്പോഴും ഉള്ള ആളാക്കി മാറ്റിയല്ലോ. അത് എന്തുകൊണ്ടാണ്? എൻ്റെ പൂർവ്വ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ സ്മരിക്കുകയാണ്. ഈ ശ്ലോകം ചൊല്ലാൻ 1 മിനിറ്റ് മതി, പക്ഷേ എത്ര തലമുറയെയാണ് നമ്മൾ നമസ്കരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് ഇവരെയൊക്കെ ഭഗവാൻ നാരായണൻ ആദി ഗുരുവിൽ നിന്നും ഞാൻ ഗുരുനാഥൻ വരെയുള്ള എല്ലാവരെയും നമസ്കരിക്കുന്നു? എന്തിനാണ്? അതാണ് അടുത്ത വരി പറയുന്നത്. സർവ ഉപപ്ലവ, ഒരുമിച്ച് പറയുമ്പോൾ സർവോപപ്ലവ എന്ന് പറയും. സർവ ഉപപ്ലവ രഹിത, സർവോപപ്ലവരഹിത, രഹിത തഹ ഉച്ചരിക്കണം കേട്ടോ.
വിസർഗം ഉച്ചരിക്കണം. സർവോപപ്ലവരഹിതഃ. അല്ലയോ ഗുരുക്കന്മാരെ, എൻ്റെ വംശത്തിലുള്ളവരെ, എൻ്റെ പൂർവികരെ, മാതാപിതാക്കളെ, പിതൃക്കന്മാരെ എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടി? ഇവരൊക്കെ ആരാണ്? സർവ ഉപപ്ലവരഹിത. ഉപപ്ലവം എന്ന് വെച്ചാൽ ദുഃഖം. ഉപപ്ലവരഹിത എന്ന് വെച്ചാൽ ഇവരാരൊക്കെയാണ് ഞാൻ നമസ്കരിക്കുന്ന? ഇവർ ദുഃഖരഹിതരാണെന്ന്. മഹാത്മാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ ദുഃഖനിവൃത്തി സംഭവിച്ചവരാണ്. ദുഃഖരഹിത എന്ന് വെച്ചാൽ ജീവൻ മുക്തർ. ഉപപ്ലവം എന്ന വാക്കിൻ്റെ അർത്ഥം കോസ് ഓഫ് ഗ്രേറ്റ് സഫറിങ് എന്നാണ്. കുറച്ചൊന്നുമല്ല, വലിയ ദുഃഖം. രഹിത എന്ന് വെച്ചാൽ വലിയ ദുഃഖം മറികടന്ന് വന്നവരാണ്. നമ്മൾക്ക് ദുഃഖമുണ്ട്, ആ ദുഃഖത്തെ മറികടക്കാൻ ഞാൻ ഉപനിഷത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ പഠിക്കുന്നു. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മറികടന്നവരുടെ സഹായം തേടുകയാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഞാൻ എന്തിന് ഇവരെയൊക്കെ നമസ്കരിക്കുന്നു? എൻ്റെ പൂർവികരെയും മഹാത്മാക്കളെയും എല്ലാവരെയും നമസ്കരിക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ദുഃഖം മറികടക്കേണ്ടത് എന്ന് വഴി കാണിച്ചു തന്നവരാണ്. ആ വഴിയിലൂടെ നടന്നുപോയി ദുഃഖനിവൃത്തി ജീവൻ മുക്തരായവരാണ്. അപ്പോൾ എനിക്കും ആ വഴിയാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ അനുഗ്രഹം ഞാൻ വാങ്ങുന്നു. സർവോപപ്ലവരഹിത. സൈലൻ്റ് ആണ് അവിടെ കേട്ടോ. സന്ധി വരുമ്പോൾ, അതായത് സന്ധി എന്ന് പറഞ്ഞാൽ ഇത് വ്യാകരണം വരുമ്പോൾ സർവോപപ്ലവരഹിത. സർവ ഉപപ്ലവ രഹിത. എനിക്കിതാണ് വേണ്ടത്. അതിനു വേണ്ടി നമസ്കരിക്കുന്നു. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഗോവിന്ദാഷ്ടകത്തിലെ അല്ലേ, ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. അങ്ങ് ഇങ്ങനെയുള്ള ആളാണ്. എന്തിനു വേണ്ടി പ്രണമിച്ചു നമ്മൾ? പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം, ഭജ ഗോവിന്ദം എനിക്ക് പരമാനന്ദം വേണം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എൻ്റെ പൂർവികരെ മുഴുവൻ നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്കും ഉപപ്ലവരഹിതനാകണം. ഉപപ്ലവരഹിതൻ എന്ന് വെച്ചാൽ ജീവൻ മുക്തൻ ആകണം. അതിനു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. ഇവരെങ്ങനെയുള്ള ആളാണ്? പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ. പ്രജ്ഞാനഘനന്മാരാണ്. അതായത് ഇവരുടെ ജ്ഞാനം എന്നത് ഒരിക്കലും നശിക്കുക. അതാണ് പ്രജ്ഞാനഘനം. ഘനം കട്ടി പിടിച്ചിരിക്കുകയാണ്. അതായത് എന്ത് നിങ്ങൾ ശ്രമിച്ചാലും, നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ഉരുകിപ്പോവില്ല, നശിച്ചു പോവില്ല. അതാണ് പ്രജ്ഞാനഘനം എന്ന് പറയും. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്തിനു വേണ്ടി പറയുന്നു എന്ന് വെച്ചാൽ, എന്തൊക്കെ ആളുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും മഹാത്മാക്കളുടെ ജ്ഞാനം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനം നശിച്ചു പോവില്ല. ആ ജ്ഞാനമാണ് എനിക്ക് വേണം. ആ ജ്ഞാനത്തിലൂടെയാണ് ഇവർ ദുഃഖരഹിതരായത്. അപ്പോൾ എനിക്കും അതാണ് വേണ്ടത്. എൻ്റെ ഘനം എങ്ങനെയാണ്? എൻ്റെ ഘനം ഒന്ന് മഴ പെയ്താൽ മതി, എൻ്റെ പ്രജ്ഞയൊക്കെ ഘനീഭവിച്ചു ഉരുകിപ്പോകും അല്ലേ? മഞ്ഞുരുകുന്ന പോലെ, വെണ്ണ ഉരുകുന്ന പോലെ ഉരുകിപ്പോകും. അതുകൊണ്ട് എന്നാണ് പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല സുഖമുണ്ട്, സന്തോഷമുണ്ട്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴും എൻ്റെ ജ്ഞാനം ഉരുകിപ്പോകും. നമ്മുടെ തന്നെ ജീവിതാനുഭവം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ എത്രയോ വർഷം പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഇതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ തന്നെ കുറ്റം പറയും. ഭഗവാനെ, ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ട് ഉപാസന ചെയ്തിട്ട് എനിക്കിത് വരുത്തിയല്ലോ എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ദുഃഖം മാറാത്തത്. പക്ഷേ എനിക്ക് വേണ്ടത് ഉപപ്ലവരഹിതനാകുകയാണ്. അതിനുവേണ്ടി ഇവരെ ആശ്രയിക്കുന്നു. എനിക്കും ഇവരുടെ പോലെ നശിക്കാത്ത ജ്ഞാനത്തിനെ നൽകിയാലും. അതാണ് പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. അതിനു വേണ്ടി ഞാൻ ഈ കർത്തവ്യം ചെയ്യുന്നു. എന്ത് കർത്തവ്യം? ഈ നമസ്കാരം എന്ന കർത്തവ്യം ചെയ്യുന്നു.
ഞാൻ ബ്രഹ്മനാണെന്ന് അറിയാൻ വേണ്ടി. ബ്രഹ്മൈവാഹം അസ്മി. അസ്മി എന്ന് വെച്ചാൽ അല്ലേ, ഞാൻ ഇതാണെന്ന് അറിയാൻ വേണ്ടി അനുഗ്രഹം തേടുന്നു. ഈ കർത്തവ്യം, ഏത് കർത്തവ്യം? നമസ്കാരം എന്ന കർത്തവ്യം നടത്തുന്നു. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഞാൻ ബ്രഹ്മനാണെന്ന്, അതായത് ഞാൻ ബ്രഹ്മൻ എന്ന് വെച്ചാൽ പരമാത്മാവല്ലാതെ ഈ ലോകത്തൊന്നുമില്ല എന്നുള്ള ജ്ഞാനം എനിക്ക് ഉറപ്പിച്ചു തരണേ. അതാണ് ഘനി. പ്രത്യഗർത്ഥോ പ്രജ്ഞാനഘനഃ. എൻ്റെ ജ്ഞാനം ഇളകുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്നാണു നിമഗ്നന ന്യായം. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ജ്ഞാനം ആചാര്യന്മാരെന്താണ്, ഗുരുനാഥൻ ഇളക്കി നോക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ഉറച്ചിട്ടുണ്ടെന്ന് സാഹചര്യം വരുമ്പോൾ. അപ്പോൾ അതിനത്ര ഉറപ്പൊന്നുമില്ല. ഞാൻ പണിത ബിൽഡിങ് ചിലപ്പോൾ അതിന് 20 വർഷമോ 50 വർഷമോ ആയുസ്സുള്ളായിരിക്കും. അതെനിക്ക് മരണം വരെ നിലനിർത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ അനുഗ്രഹം തേടുന്നു. അതാണ് പറയുന്നത്. ഒന്നുകൂടെ ചൊല്ലാം നമുക്ക്. ഈ എല്ലാ വാക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദിവസവും ഇത് ചൊല്ലണം. നമ്മൾ ഈ ബൃഹദാരണ്യം പഠിക്കുന്നതിന് മുമ്പേ ചൊല്ലാൻ തുടങ്ങിയത് ആ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഗുരുകുലങ്ങളിലൊക്കെ എപ്പോഴും ചൊല്ലുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നതിന് മുമ്പേ ഇത് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു, ഇത് കേട്ടിട്ടില്ലല്ലോ, ഇതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് പോട്ടെ, ഒന്ന് കണ്ടസ്ഥാകട്ടെ, എന്നിട്ട് ഭഗവാന്റെ കൃപയുള്ളപ്പം ബൃഹദാരണ്യത്തിൽ എത്തുമ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അനുഗ്രഹം എല്ലാം നമുക്ക് കിട്ടിയതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൺമുന്നിൽ നമ്മൾക്ക് ഈ ഗ്രന്ഥം തുറക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? വംശ ഋഷികളുടെ എല്ലാ മഹാത്മാക്കളുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ അനുഗ്രഹം എപ്പോഴും ഈ പഠനത്തോടൊപ്പം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇത് ചൊല്ലണം. ഒന്നുകൂടെ ചൊല്ലാം. എല്ലാവരും ചൊല്ലുക. കൂടെ മനസ്സിൽ ചൊല്ലിയാൽ മതി. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, അല്ലേ? എനിക്ക് അറിഞ്ഞും അറിയാത്തയുമായിട്ടുള്ള സർവ വംശ പൂർവിക എല്ലാവർക്കും ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. ഞാൻ ബ്രഹ്മനാണ് എന്ന അറിവുണ്ടാക്കി തരണേ, എനിക്ക് ദുഃഖനിവൃത്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന. ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നാമത്തെ കാണ്ഡത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എഴുതിക്കോളൂ. ഇനി നമ്മൾ മധുകാണ്ഡം അല്ലേ, ഒന്നാമത്തെ കാണ്ഡത്തിൻ്റെ പേരാണ് മധുകാണ്ഡം. നാളെ നോക്കട്ടെ, അറിയില്ല, നാളെ ഒരു മന്ത്രമെങ്കിലും ചൊല്ലാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ കുറേ ദിവസമായി ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ ബുക്ക് തുറപ്പിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കട്ടെ, നാളെ മുതൽ ബുക്ക് തുറക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ എല്ലാവർക്കും ക്ഷമയുണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ളവർ മാത്രമേ ബൃഹദാരണ്യത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നും എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല, എഴുതിക്കോളൂ. മധുകാണ്ഡ അധ്യായം 1. ഇനി നമ്മൾ മധുകാണ്ഡ പഠിക്കാൻ പോകുന്നു. 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അധ്യായം 1-2 മധുകാണ്ഡം അല്ലെങ്കിൽ 1-ാം കാണ്ഡം. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ്? അധ്യായം 1-2 അല്ലെങ്കിൽ 1-ാം കാണ്ഡം അല്ലെങ്കിൽ മധുകാണ്ഡം. അതാണ് നമ്മുടെ ഹെഡിങ്. മധുകാണ്ഡം.
ഇനി അതിലെഴുതിക്കോളൂ. മധുകാണ്ഡത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3, 4, 5 ടോപ്പിക്കാണ്. മധുകാണ്ഡം അതിൽ എഴുതിയോ? അതിൻ്റെ താഴെ പ്രഥമോധ്യായഃ. അധ പ്രഥമോധ്യായഃ. അധ പ്രഥമോധ്യായഃ. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ബ്രാഹ്മണങ്ങളാണ്. പ്രഥമോധ്യായത്തിൻ്റെ താഴെ ഫസ്റ്റ് പോയിന്റ് ടോട്ടൽ 3 സെക്ഷൻസ്, അല്ലെങ്കിൽ തൃതീയ ബ്രാഹ്മണാസ്, 3 ബ്രാഹ്മണങ്ങൾ, 3 ബ്രാഹ്മണാസ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഈ ഭാഗവതമൊക്കെ നമ്മൾ പഠിക്കില്ല, അതുപോലെ കഥ, ഉപകഥ, വീണ്ടും ഉപകഥ, അങ്ങനെ അതുപോലെയാണ്. പക്ഷേ നമ്മൾ വളരെ പതിയെ പോവുള്ളൂ. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാതെ നമുക്ക് എഴുതിയെടുത്താൽ പിന്നെ നോക്കുമ്പോൾ എളുപ്പമുണ്ട്. എന്താണ്? പ്രഥമോധ്യായത്തിൽ 3 സെക്ഷനുണ്ട്. സെക്ഷനെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു ആശുപത്രി പോയാലില്ലേ, ഒപ്താൽമോളജി സെക്ഷൻ, ENT സെക്ഷൻ, അല്ലേ, ഡെർമറ്റോളജി സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷൻസ് ഇല്ലേ? അതുപോലെ തന്നെ ഇതിന് സെക്ഷൻസിന് എന്ത് പറയും? ബ്രാഹ്മണം. അപ്പം 3 ബ്രാഹ്മണങ്ങളുണ്ട്. ഇനി അടുത്തത് പ്രഥമോധ്യായത്തിൻ്റെ അടുത്ത ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഉപാസന പ്രധാന അധ്യായം. ഇതൊരു ഉപാസനയാണ് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. ഉപാസന പ്രധാന അധ്യായം. കോട്ടായി വരുന്നവർക്ക് ഉപാസന പ്രധാന അധ്യായം. ഇതാണ് ഗൂഗിൾ മീറ്റ് ആണെങ്കിലേ നല്ല തമാശയാണ്. ഉപാസന പ്രധാന അധ്യായം. ഇനി അടുത്ത എഴുതിക്കോളൂ. അധ്യാരോപ പ്രകരണം. ഇതൊക്കെ ടെക്നിക്കാലിറ്റിയാണ്. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അധ്യാരോപം നമ്മൾ പഠിച്ചാണ്. അധ്യാരോപ പ്രകരണം. അടുത്തത് അപവാദ പ്രകരണം. അധ്യാരോപ പ്രകരണം, അപവാദം, ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ്? 3 ബ്രാഹ്മണങ്ങളുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഉപാസന, പിന്നെ അധ്യാരോപം, മറ്റൊന്ന് അപവാദം. ഓക്കെ. ഇനി എല്ലാവർക്കും ഒന്ന് തുറക്കാം ബൃഹദാരണ്യകം പുസ്തകം. എനിക്ക് ഒരു കുറ്റബോധം, നിങ്ങൾ പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളെ കൊണ്ട് തുറപ്പിക്കാതെ എത്ര ദിവസമാണ്. ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ മിഠായി കൊടുത്തിട്ട് അയ്യോ തുറക്കരുത് മുഹൂർത്തമായില്ലെന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് ബുക്ക് തുറപ്പിക്കാം. 1-ാം അധ്യായം അല്ലേ? കണ്ടില്ലേ? 1-ാം അധ്യായം ബ്രാഹ്മണ 1 കണ്ടോ? അതായത് മൃഡാനന്ദ സ്വാമിയുടെ ബുക്കാണെങ്കിൽ ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് എഴുതി, ഉള്ളടക്കത്തിൻ്റെ തൊട്ടപ്പുറം ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് എഴുതുന്നു. ശാന്തിപാഠം പൂർണ്ണമത. അതിനുശേഷം അടുത്ത പേജിൽ 1-ാം അധ്യായം. അതിൻ്റെ മേളിൽ വേണം പെൻസിൽ കൊണ്ട് എഴുതിക്കോളും മധുകാണ്ഡം. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എളുപ്പത്തിന്. പിന്നെ ബ്രാഹ്മണ 1, സംസ്കൃതത്തിൽ പറഞ്ഞ പ്രഥമ ബ്രാഹ്മണം അല്ലേ? പ്രഥമ അധ്യായം, 1-ാം അധ്യായം. നമ്മൾ പറയേണ്ടത് 1-ാം അധ്യായം എന്നല്ല, അധപ്രഥമോധ്യായ എന്നാണ് പറയേണ്ടത്. പെൻസിൽ കൊണ്ട് എഴുതിക്കോളൂ വേണമെങ്കിൽ. എന്താണ് മധുകാണ്ഡം? പ്രഥമോധ്യായം. പ്രഥമ ബ്രാഹ്മണം അല്ലേ? ഇനി നമുക്ക്
മന്ത്രം ഒന്ന് ചൊല്ലാം. യാജ്ഞവൽക്യ മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം ഊഷാ വ അശ്വസ്യ മേധസ്യ ശിരഃ. അവിടെ വിരാമമാണ്. വിരാമം എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ്. ഓം ഊഷാവ അശ്വസ്യ മേധസ്യ ശിരഃ. സൂര്യച്ച ചക്ഷുർവാതഃ പ്രാണോ, അല്ലെ പ്രാണഹ എന്നും പറയാം കേട്ടോ. സൂര്യച്ച ചക്ഷുർവാതഃ പ്രാണോ, അല്ലെങ്കിൽ സൂര്യച്ച ചക്ഷുർവാതഃ, അവിടെ പോസ് ചെയ്യുക, പ്രാണഹ. വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ. വ്യാത്തം അഗ്നിർ, അവിടെ സൈലൻ്റ് ആണ്. വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ. സംവത്സര ആത്മാശ്വസ്യ മേധസ്യ. ആത്മാ അശ്വസ്യ മേധസ്യ. ദ്യൗഃ പൃഷ്ടം അന്തരീക്ഷമുദരം. പൃഷ്ടം അന്തരീക്ഷമുദരം. എളുപ്പമാണ്, വലിയ പാരഗ്രാഫ് എന്നേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എല്ലാം ഭഗവാനാണെന്ന് പറയുകയാണ്. അശ്വം കണ്ടാൽ അത് ഭഗവാനായിട്ട് കാണുക, പ്രാണൻ അല്ലേ, ആത്മാവ്, എല്ലാം നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ കാണുന്നത്, സൂര്യന് ചക്ഷു കൊണ്ട് കാണുന്ന സൂര്യൻ, എല്ലാം ഈശ്വരനാണ്, ഈശ്വരനാണെന്നുള്ള ഉപാസന പറഞ്ഞു തരുന്നതാണ്. വളരെ വളരെ എളുപ്പമാണ്. പക്ഷെ മന്ത്രത്തിൻ്റെ വ്യാപ്തി കുറച്ച് വിസ്താരം കൂടുതലെന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്? ദ്യൗഹു പൃഷ്ടമന്തരീക്ഷമുദരം, ഭഗവാന്റെ ഉദരത്താണെന്ന് ഇതൊക്കെ. പൃഥിവീപാജസ്യം. പൃഥിവീപാജസ്യം. ദിശഃ പാർശ്വേ. എന്നോടൊപ്പം ചൊല്ലണം കേട്ടോ എല്ലാവരും. ദിശഃ പാർശ്വേ. അവാന്തര ദിശഃ പർവശ. അവാന്തര ദിശ പർവശ. ഒറ്റ വാക്കാണ് അത്. അവാന്തര ദിശ പർവശ. ഹൃദവോഗ്നാനി. ഹൃദവോഗാനി. ഹൃദവോങ്ങാനി. ഹൃദവോങ്ങാനി. ഹൃദവഃ അങ്കാനി എന്നാണ്. ആ സൈലൻ്റായി അവിടെ ഒരു എഫ് കണ്ടോ? എഫ് എന്ന് പറഞ്ഞാൽ ആയാണത്. ഹൃദവോങ്ങാനി. മാസാചാർദ്ധമാസച്ച. മാസാചാർദ്ധ. മാസഃ ആർദ്ധമാസച്ച എന്നാണ്. ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ്. മാസാചാർദ്ധമാസം. ചാർദ്ധമാസം അല്ല, മാസാച്ച അർദ്ധമാസച്ച. പർവാണ്യഹോരാത്രാണി. പർവാണി അഹോരാത്രാണി പ്രതിഷ്ഠിത. നക്ഷത്രാണ്യസ്തീനി. നക്ഷത്രാണി അസ്തീനി. നക്ഷത്രാണ്യസ്തീനി. നക്ഷത്രാണി അധികം അസ്തീനി. നക്ഷത്രങ്ങൾ. നക്ഷത്രാണ്യസ്തീനി. നഭോ മാംസാനി. നഭോ മാംസാനി. ഉവദ്യം. സീകതാഃ. സിന്ധവോ ഗുദാ. യകൃച്ഛ ക്ലോമാനച്ച പർവത. യകൃച്ഛ ക്ലോമാനച്ച പർവത. ഓഷധയച്ച വനസ്പതയച്ച ലോമാനി. ഇപ്പം കത്തണം, ഇതെവിടെയാണ് പഠിച്ചതെന്ന്. ഓഷധയച്ച മുണ്ടകോപനിഷത്ത്. യഥോർണനാവിസൃജതേ ഗൃഹ്ണതേ ച യഥാ പൃഥിവ്യാമോഷധയ സംഭവന്തി. യഥാ പൃഥിവ്യ, അതിനുശേഷം യഥാ കേശലോമാനി അല്ലേ, അത് തന്നെ. എല്ലാവരും ഇത്രയും അതിൽ തന്നെ ഇത്രയും വലിയ മന്ത്രമാണ്. അപ്പോൾ എന്താണ്? ഓം നമോ നാരായണ, എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിക്കുകയേ ചെയ്യല്ലോ അല്ലേ. കൃതാർത്ഥതയോടുകൂടി വേണം പ്രധാരണത്തിൻ്റെ ഓരോ വാക്കും പഠിക്കാൻ.
എന്നെ ഇവിടെ വരെ എത്തിച്ചല്ലോ. ആ എത്തിച്ച പരമ്പര ഇതെന്നെ നിഷ്പ്രയാസം കടത്തും. അല്ല, ഈ കടമ്പ എന്നെ കടത്തും. ആ കൃതാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടാവണം. ഓഷധയച്ച വനസ്പതയച്ച ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോജൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ. ഇപ്പം കത്തണം. ഇത് പഠിച്ചത് എവിടെയാണ്? നിങ്ങളെ കൂടി ഞാൻ കത്തിച്ചിട്ടേ അടങ്ങുള്ളൂ. യത് വിജൃംഭതേ എന്ന് വെച്ചാൽ വിജൃംഭതേ ച സകലം വിജൃംഭതേ. യത് വിജൃംഭതേ തത് വിദ്യോതതേ യത് വിദൂനതേ തത് സ്നനയതി യന്മോഹതി തത് വർഷതി വാഗ്വേവസ്യ വാക്ക്. ഇത്രയാണ് മന്ത്രം ചൊല്ലാൻ തന്നെ ഇത്രയും സമയം വേണം നമുക്ക്. ഒരു മന്ത്രം ഇപ്പം കണ്ടില്ലേ, ഇത്രയും വലുതാണ്. ഇത് പഠിക്കണേ തന്നെ 2-3 ദിവസം വേണം ഒരു മന്ത്രം പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ല ക്ഷമ വേണമെന്ന്. ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഉപാസന നന്നായിട്ടുണ്ടായിരിക്കണം അല്ലേ? കൃതജ്ഞത നന്നായിട്ടുണ്ടായിരിക്കണം. ബൃഹദാരണ്യകം എന്നത് നിസാര കാര്യമല്ല. വളരെ വളരെ പക്വത ഉണ്ടായിരിക്കണം. എനിക്ക് പഠിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇവിടെ വരെ ഈ 2 കാര്യമേ ഉള്ളൂ. പഠിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന, ഇവിടെ വരെ എത്തിച്ചതിനുള്ള കൃതാർത്ഥത. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.